വയനാടിനായി യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത തുകയിലും തിരിമറിയെന്ന ആരോപണത്തിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റിയെന്ന ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബും രംഗത്തെത്തി. നിർബൻ ചക്രവർത്തിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. നിർബൻ, ഈ പരാതിയൊക്കെ ഉയർന്നതിന് ശേഷമാണ് KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടത്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിയതോടുകൂടി ആ പോസ്റ്റ് മുക്കി ഓടേണ്ട ഒരവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അബ്ദുൾ മുത്തലീബ് ആരോപിച്ച ആരോപണം, പരാതി അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. വിനിഷ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട് ദുരിതബാധിതർക്ക് വീട് വച്ച് നൽകും, 30 വീടുകളാണ് വച്ച് നൽകുക എന്ന പ്രഖ്യാപനം ദുരന്ത പ്രദേശത്ത് വച്ച് തന്നെ പ്രഖ്യാപിച്ചതാണ്. മാത്രമല്ല ഇത് സമയബന്ധിതമായി വച്ച് നൽകുമെന്ന പ്രഖ്യാപനവും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. അതാണ് ഇപ്പോൾ വലിയ തരത്തിൽ വിവാദമായിരിക്കുന്നത്. അന്നത്തെ പ്രഖ്യാപനം ഇപ്പോഴും പൂർത്തിയാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് 30 വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് വീണ്ടും വിവാദമാകാനുള്ള പ്രധാന കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൻ ഉള്ളിൽ വെച്ച് പ്രതിനിധികൾ ഈ ചോദ്യം ഉന്നയിച്ചു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നതാണ്. സംസ്ഥാന വ്യാപകമായി ഈ പണപ്പിരിവ് നടത്തി, അതിൽ 83 ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത്. പക്ഷേ വ്യാപകമായി ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് പണപ്പിരിവ് നടത്തി, ഇത് അക്കൗണ്ടിലേക്ക് എത്ര തുക വന്നു എന്നത് സംബന്ധിച്ച് ഒരു നിശ്ചയവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് മറുപടിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് നൽകാൻ കഴിയുന്നില്ല. ഈ കൺവെൻഷനിൽ ചോദ്യം വന്നപ്പോൾ ഒഴിഞ്ഞുമാറി. മാത്രമല്ല പുറത്ത് ഇത് വലിയ തരത്തിൽ വിവാദമായിരിക്കുകയാണ്. പലരും ഇക്കാര്യത്തെ ഏറ്റെടുത്തു. പ്രത്യേകിച്ച് DYFI പോലുള്ള സംഘടനകൾ, പുറത്തുനിന്നുള്ള മറ്റ് ബഹുജന സംഘടന ഭാരവാഹികളൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന് ആഭ്യന്തരമായും വലിയ തരത്തിലുള്ള ഇത് സംബന്ധിച്ച വിമർശനം വരികയാണ്. ഇന്ന് കൊച്ചിയിൽ കോലഞ്ചേരി സ്വദേശിനി കൊച്ചിയിലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ അവർ പറയുന്നത് ഇക്കാര്യത്തിൽ താനും ഈ സംഭാവന നൽകിയ ഒരാളാണ്, പക്ഷേ ഈ കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടായതല്ലാതെ മറിച്ച് വീട് നിർമ്മിച്ച് നൽകുന്ന സമീപനം ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നത്. ഇത് ശരിക്കും നമ്മൾ നിയമപരമായി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിംഗ് ആണ്. ഇവർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കോസ് മുന്നിൽ കാണിച്ചുകൊണ്ട് അവർ പൈസ മേടിക്കുന്നു. എന്നിട്ട് ഇത് അവർ തരുന്നൊരു വാഗ്ദാനം ഉണ്ടല്ലോ, ഇത്ര പേർക്ക് വീട് പണിഞ്ഞു കൊടുക്കും. ആ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രവർത്തനം അതിനുശേഷം നടക്കുന്നില്ല. അപ്പോൾ ഈ സമാഹരിച്ച ധനം മുഴുവൻ എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. കൃത്യമായി പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. കൊടുത്ത മുഴുവൻ ആളുകളും പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. അവിടുത്തെ ആളുകൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു ദുരന്തത്തിനെ ഒരു വാണിജ്യ മാർഗമായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്ര അധപ്പതനമാണ്. വിഷയം യൂത്ത് കോൺഗ്രസിന് മാത്രം ഒതുങ്ങുന്നില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീബ് അടക്കം വലിയ തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വന്ന വഴി മറക്കരുത് എന്ന സൂചനയാണ് നൽകുന്നത്. MLA ആവാൻ എല്ലാവർക്കും കഴിയില്ല, പക്ഷേ എങ്ങനെയാണ് ഈ വഴിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വന്നത് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാകും എന്നതടക്കമുള്ള വിമർശനം KPCCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പങ്കുവയ്ക്കുന്നു. മാത്രമല്ല വിമർശനം വിവാദമായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കറങ്ങി നടക്കുകയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന കോൺഗ്രസിലെ ലീഡർഷിപ്പിനോ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കോ ഇക്കാര്യത്തിൽ ഇതുവരെ മറുപടി പറയാൻ കഴിയുന്നില്ല. പിരിച്ച പണം എവിടെ പോയി? കാരണം ഒരു ദുരന്തഘട്ടത്തിൽ പിരിച്ചെടുത്ത പണം പോലും ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. DYFIയെ സംബന്ധിച്ചിടത്തോളം 20 കോടി രൂപയാണ് അവർ പിരിച്ചു നൽകിയത്. 100 വീട് വച്ചു കൊടുക്കാൻ അവർ സർക്കാരിന് പണം കൈമാറിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്നതിൽ സാധാരണ പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേതാക്കൾ ഇത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനിഷ.